സാർ നമസ്കാരം. നമസ്കാരം. വികാരത്തിന്റെ തള്ളിക്കയറ്റം മൂലം വിവേകം നഷ്ടപ്പെട്ട ഭ്രാന്തായിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അത്തരത്തിലൊരു സമൂഹത്തിലെ കുറേയധികം അംഗങ്ങളാണ് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി വി.ഡി. സതീശനെ ഇപ്പോൾ ആക്രമിക്കുന്നത്. ഒരാള് ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പാണ്. ഈ കുറിപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഈ കുറിപ്പ് എഴുതേണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി.ഡി. സതീശൻ അമൃതപുരിയിൽ അമൃതാനന്ദമയി അമ്മയെ കാണാനായിട്ട്, ദാമോദരമേനോന്റെ മകൻ, അതെ, കാണാനായിട്ട് അവിടെ സന്ദർശനം നടത്തി. അദ്ദേഹത്തിന്റെ നെറ്റിയിലൊരു കുറി ഉണ്ടായിരുന്നു. ഈ കുറിയൊക്കെ കണ്ടിട്ട് ആളുകൾ വല്ലാത്ത രീതിയിൽ ഇപ്പം അദ്ദേഹത്തെ സമൂഹ മാധ്യമങ്ങളിൽ ആക്രമിക്കുകയാണ്. അപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കുറി തൊടാൻ പാടില്ല എന്ന് പറയുന്ന വല്ല അലിഖിത നിയമവും നിലവിലുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമൃതാനന്ദമയി അമ്മയെ കാണാൻ പോകാൻ പാടില്ലേ? അങ്ങനെ പോയാൽ നെഹ്റൂവിയൻ ലെഫ്റ്റ് അല്ലാതാകുമോ? താങ്കളുടെ ചോദ്യം എന്താണെന്ന് മനസ്സിലായി. അമൃതാനന്ദമയിയെ കാണാൻ വി.ഡി. സതീശൻ പോകുന്നത് കൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. മാത്രമല്ല, അമൃതാനന്ദമയി അമ്മ അല്ല, എല്ലാവരും അമ്മയെന്ന് വിളിക്കുന്നു, അവരെ ചെന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കിട്ടും, ഇങ്ങനെ കളിയാക്കി പറയുന്നവരുണ്ട്. അതിന് മറിച്ച് ഒന്നും ആജ്ഞാപിക്കാത്ത അമ്മയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒന്നും ആജ്ഞാപിക്കാത്ത ഇന്നത് ചെയ്യണം, നല്ലത് ചെയ്യണം, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ആരോടും പറഞ്ഞിട്ട് ഇന്നതേ ചെയ്യാവുള്ളൂ, അല്ലെ മറ്റേ പാപമാണ്, ദൈവം ശിക്ഷിക്കും, അങ്ങനെയുള്ളൊരു വാചകവും അമ്മയുടെ വായിൽ നിന്ന് വന്നിട്ടില്ല. അതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, അമൃതാനന്ദമയെ വി.ഡി. സതീശൻ കാണാൻ പോയി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തേണ്ട യാതൊരു ആവശ്യം ആർക്കുമില്ല. ഉദാഹരണം ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അത് ചെയ്യുന്നത്? ചെയ്യുന്നുകൊണ്ടാൽ ചെയ്യുന്നവരുടെ മനസ്സിൻ്റെ അപകർഷതാബോധം, അല്ലെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലെ വൈകൃതം കൊണ്ടാണ്. മതപരമായ വൈകൃതം ഉള്ളവരാണ് ഇത് പറയുന്നത്. എല്ലാ ക്രിസ്ത്യാനിയും എല്ലാ മുസ്ലിങ്ങളും പറയുകയില്ല, ചില ആൾക്കാർ പറയും. അതങ്ങനെ ആയിപ്പോയി, അവർ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അത് അവർക്ക് അതിനുള്ള മറുപടി, മദർ തെരേസ എന്ന് പറഞ്ഞാൽ തെരേസ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഇന്ത്യയിൽ അവരെ എല്ലാവരും വിളിച്ചിരുന്നത് എങ്ങനെയാണ്? കന്യാസ്ത്രീ തെരേസ എന്നാണ് പറയുന്നത്, അല്ലല്ലോ. കേരളത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് കന്യാസ്ത്രീ ആയ തെരേസ എന്നുള്ള പറഞ്ഞാരും പറഞ്ഞു കേട്ടിട്ടില്ല. ഞാൻ മദർ തെരേസനെ കേട്ടിട്ടുള്ളൂ, മദറുടെ കൂട്ടിയേ പറഞ്ഞിട്ടുള്ളൂ, ഇല്ല എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ. പിന്നെ രണ്ടാമത്, ഇവിടെ ഇപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ സതീശൻ അമൃതാനന്ദമയെ കാണാൻ പോയതിനെ വിമർശിക്കുന്നവരാ? ഒന്ന് ഏറ്റവും കൂടുതൽ ഇടതുപക്ഷക്കാരാണ്, ഇടതുപക്ഷ മതേതരവാദികളാണ് വിമർശിക്കുന്നത്. പക്ഷെ ഒരു ചോദ്യമുണ്ട്, ചില സുഡാപ്പികളുണ്ട്. രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, മദർ തെരേസയ്ക്ക് വിശുദ്ധ പദവി കിട്ടി. അടുത്ത കാലത്ത് ഏതാനും വർഷം മുമ്പ് വിശുദ്ധ പദവി കിട്ടി, അടുത്ത വർഷം ഭരിക്കുമ്പോഴാണ്. ആ വിശുദ്ധ പദവി എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിന് നേരെ വിരുദ്ധമാണ്. വിശുദ്ധ പദവി കിട്ടുമ്പോൾ പ്രാർത്ഥന കൊണ്ട് രോഗം മാറി എന്ന് സമ്മതിക്കുമ്പോഴാണ്, മനസ്സിലാക്കി കഴിയുമ്പോഴാണ് വിശുദ്ധയാക്കി പ്രഖ്യാപിക്കുന്നത്. അത്തരം കുറേ ഉദാഹരണങ്ങളുണ്ട്. അങ്ങനെ കൊടുക്കുകയുള്ളൂ. അതിന് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ, അഭിവാദനം അർപ്പിക്കാൻ ഇവിടുന്ന് രണ്ടുപേര് പോയി. 2 മന്ത്രിമാരെ സംസ്ഥാന ഖജനാവിൻ്റെ ചെലവിൽ റോമിലേക്ക് വിട്ടു. ആരൊക്കെയായിരുന്നറിയോ? തോമസ് ഐസക്കിനെയും മാത്യു ടി തോമസിനെയും വിട്ടു. അവിടെയും കാവട്ടിയുണ്ട്. വിട്ടത് ഗണേഷ് കുമാറിനല്ല വിട്ടത്, അല്ലെ ഹിന്ദു മന്ത്രിയല്ല വിട്ടത്. പകരം വിട്ടത് തോമസ് ഐസക്കിനെയും മാത്യു ടി തോമസിനെയും വിട്ടു. കാരണം എന്താ? അപ്പോൾ ഈ മനസ്സിൽ മതം ഉണ്ടവിടെ, അല്ലെ വർഗീയമായി ചിന്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞങ്ങൾ ക്രിസ്ത്യാനിയെ വിട്ട്, അത് തന്നെ സതീശൻ ചെയ്ത കുറ്റമുണ്ടോ? ആലോചിച്ചു. സതീശൻ അമൃതാനന്ദമയി അവിടെ ഹൈന്ദവ ആരാധന കേന്ദ്രമാണ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ പോകുമ്പോൾ ജനനം തുടങ്ങുന്നതിന് തെറ്റുണ്ടോ? അത് തെറ്റാന്ന് വരുത്താൻ വേണ്ടി, സതീശൻ വർഗീയവാദിയാണ് എന്ന് വരുത്താൻ വേണ്ടി പറയുകയാണ്. സതീശൻ ഹിന്ദു വർഗീയവാദി എന്നാണ് പറയേണ്ടപ്പോൾ, വെറും വർഗീയവാദി എന്ന് പറഞ്ഞ കാര്യമില്ല. വർഗീയവാദിയാണ് സതീശനെ മുദ്ര കുത്താൻ ബാൻഡ് ചെയ്യണമെങ്കിൽ ഇതേ മാർഗമുള്ളൂ. ഇനി വീണ്ടും ഉണ്ട്, ഇത്ര ഇഷ്ടം പോലെ സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ അമൃതാനന്ദമയിയുടെ സേവനം എന്ന് പറയുന്നത്, സതീശൻ പോയി അവിടെ പോയി തെറ്റാന്ന് പറയുമ്പോൾ ആദ്യം കണ്ടെത്തേണ്ട ആദ്യത്തെ പ്രധാനപ്പെട്ട വർഗീയവാദി ആ പറഞ്ഞവൻ തന്നെയാണ് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഉള്ളിൽ വർഗീയത ഉള്ളതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റും. അങ്ങനെ ഉള്ളിൽ വർഗീയത ഉള്ളവർക്ക് വേറത്തിന് വർഗീയത തോന്നുള്ളൂ. എനിക്ക് തോന്നിയില്ല. നമ്മളിവിടെ ജോലി ചെയ്യാൻ തന്നെ എത്ര നാളായി? നമ്മൾ ജാതിയോ മതത്തെക്കുറിച്ച് എത്ര നേരം സംസാരിച്ചിട്ടുണ്ട് ഇവിടെ? ഇവര് എങ്ങനെയായിട്ട് എത്ര നേരം സംസാരിച്ചിട്ടുണ്ട്? പറയാം നമ്മളുമായിട്ട്. അപ്പൊ അങ്ങനെ നമുക്ക് അതില്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന് വരുത്തി തീർക്കേണ്ടത് ആവശ്യമുള്ളവരുണ്ട്. അതിൻ്റെ സതീശനെ അങ്ങനെ കുറ്റപ്പെടുത്തുന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഒന്ന് രാഷ്ട്രീയമുണ്ട്.
സതീശൻ ഇവരുടെ പല മൂവ്മെൻറ്റിൻ്റെയും സംഘപരിവാർ മൂവ്മെൻറ്റിന് ആളാണ് എന്ന് വരുത്തി തീർത്താൽ രാഷ്ട്രീയ നേട്ടം കിട്ടും എന്ന് ഇവർ വിചാരിക്കുന്നു. അതേ ഉള്ളൂ. പിന്നെ അമൃതാനന്ദമയ്യെക്കുറിച്ചാണ് പറയേണ്ടതെങ്കിൽ ഇപ്പം ഞാൻ വേറെ പറയാം. അമൃത മെഡിക്കൽ കോളേജ് ഇവിടെ വരുന്നു. അമൃതാനന്ദമയുടെ സേവനത്തെക്കുറിച്ച് നമ്മൾ ഇവിടെ കൊച്ചി വരുന്നു. അന്ന് വരെ ഭയങ്കരമായ പല സർജറിക്കും ഭീമമായ ചാർജ് ചെയ്തുകൊണ്ടിരുന്ന പല സ്വകാര്യ കോളേജ് ഹോസ്പിറ്റലുകളും മെഡിക്കൽ ആശുപത്രികളും എന്ത് ചെയ്യുമെന്നറിയാവോ? അമൃത വന്നു കഴിഞ്ഞ ഉടൻ തന്നെ ഹാർട്ടിൻ്റെ ഓപ്പറേഷന് സർജറിയുടെയൊക്കെ റേറ്റ് ഭയങ്കരമായിട്ട് കുറയ്ക്കേണ്ടി വന്നു. കാരണം അമൃതയും കുറച്ചാൽ കൊടുക്കാൻ തുടങ്ങി. അന്നാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത് ഇത്രയും കുറഞ്ഞ ചെലവ് മതിയായിരുന്നല്ലോ എന്ന് ജനങ്ങൾക്ക്. അതുവരെ ജനങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അമൃത വന്നേ പിന്നെയാണ് ഈ സർജറി അതിൽ പോലും തട്ടിപ്പ് നടത്തിക്കൊണ്ട് എന്നിട്ടാണ് ഇവർ അമൃതാനന്ദയെ കുറ്റം പറയുന്നത്. ആ തട്ടിപ്പിനെ കൂട്ടി നിൽക്കുന്നവരാണ് കുറ്റം പറയുന്നത്. അവിടെയാണ് നമ്മുടെ തർക്കം. സതീശൻ പോയി എന്നുള്ളത് കൊണ്ട് ഇവിടെ ഒരു ലോ ഒടിഞ്ഞു വീഴല. ദൈവം ഇനി സതീശനെ എതിർക്കണമെങ്കിൽ ഇതിനു മുമ്പ് എതിർക്കാതെ എന്ത് എതിർക്കാത്ത? ഏതോ അമ്പലത്തിൽ പോയി സതീശൻ തുലാഭാരം നടത്തിയല്ലോ. തട്ടക്കറി ശർക്കര കൊണ്ട് തുലാഭാരം പറവൂരാണ്. അല്ല, സതീശൻ മൂകാംബികയിൽ പോയി. ഇവിടെ തുലാഭാരം നടത്തി പൊട്ടുകൊടുക്കാനൊക്കെ അത്രയും ഭയങ്കര അല്ലേ? ചെയ്യാൻ പാടില്ലേ ആ ചോദ്യം ആര്? അപ്പൊ ആ സമയത്ത് ശ്രീ ബഹുമാന്യനായിട്ടുള്ള വി ഡി സതീശൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ നിങ്ങൾ മൃദു ഹിന്ദുത്വവാദി ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വിഡ്ഢിയാണ്, നിങ്ങൾ കുറേ വിഡ്ഢിക്കളാണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ് പുള്ളി അടിസ്ഥാനപരമായിട്ട് ഉദ്ദേശിച്ച കാര്യം. നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്ന എല്ലാവരെയും അപമാനിക്കുന്ന ഒരു കാര്യമില്ലേ? ഇറ്റ് ഈസ് മൈ ഫണ്ടമെന്റൽ റൈറ്റ്. ഒരു അമ്പലത്തിൽ വർഷിപ്പ്, ഇറ്റ് ഈസ് മൈ ഫണ്ടമെന്റൽ റൈറ്റ്. അമ്പലത്തിൽ പോവുക എന്ന് പറയുന്നത് എന്റെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. താൻ ആരാടോ ചോദ്യം ചെയ്യാന്നുള്ള രീതിയിലാണ് ബഹുമാന്യനായിട്ടുള്ള വി ഡി സതീശൻ പ്രതികരിച്ചത്. അത് വളരെ വളരെ ശക്തമായിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ് ഇവിടെ ഉള്ളത് കൊണ്ടാണ് ന്യൂനപക്ഷമായിട്ട് കൂടി ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് മസ്ജിദിലും ക്രിസ്ത്യൻസിനും പള്ളിയിലും പോകാൻ പറ്റുന്നത്. ആ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ബലത്തിലാണ്. അത് സതീശനുണ്ടത്. അതിന് ഡിനൈ ചെയ്യാൻ ആർക്ക് പറ്റും? അത് ഡിനൈ ചെയ്യുന്നവരാണ്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത്. ഇവിടെ ഇദ്ദേഹത്തെ ഇപ്പം ഇദ്ദേഹം നെഹ്റൂവിയൻ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നെഹ്റൂവിയൻ ലെഫ്റ്റ് ആണെന്നുള്ളത്. അങ്ങനെ നെഹ്റൂവിയൻ ലെഫ്റ്റ് കാഴ്ചപ്പാടുള്ള ഒരാൾ അമ്പലത്തിൽ പോകാൻ പാടില്ല. ഞാൻ തുടക്കത്തിൽ ചോദിച്ചു, അമ്പലത്തിൽ പോകാൻ പാടില്ലേ, നെറ്റിയിൽ കുറി തൊഴാൻ പാടില്ല. നെഹ്റു അങ്ങനെ അല്ലാത്തതുകൊണ്ട് നെഹ്റുവിയൻ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നെഹ്റുവിന്റെ കൂടെ തന്നെ ആയിരിക്കണമെന്നില്ല. എല്ലാവരും ഗാന്ധിയാണ് ഇവരെല്ലാം പുലർത്തുന്നത്. എല്ലാവരും ഗാന്ധിയുടെ കൂടെ ജീവിക്കാൻ പറ്റുമോ? നെഹ്റുവിയൻ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നെഹ്റുവിന് ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്ന ആ കൺസെപ്റ്റിനെ അപ്രൂവ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്കില്ല. ഇവിടെ സതീശനെ കുറ്റപ്പെടുത്തുന്നതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ സതീശൻ നാളെ ഒരു ഹിന്ദു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഇവിടെ വരരുത്. ഹിന്ദുക്കളുടെ സൈക്കിനെ ഇഷ്ടപ്പെടുന്ന ആളായിട്ട് സതീശൻ മാറരുത്. അതാണ് പോയി. അതിവിടെ രണ്ടാമത്തെ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഇതേ ആവശ്യം സംഘപരിവാറിനുണ്ട്. സതീശൻ അങ്ങനെ ഒരു നേതാവായ ആൾക്ക് നഷ്ടം പറ്റുന്നത്. ഹിന്ദു സൈക്കിന്റെ പ്രതിപുരുഷനായിട്ട് സതീശൻ മാറിയാൽ ആദ്യം ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുന്ന ആർക്കാ? സി പി എമ്മിന് സംഭവിക്കും. ബി ജെ പിക്ക് സംഭവിക്കും. അപ്പൊ അത് സതീശൻ അങ്ങനെ വർഗീയവാദമായി ചിത്രീകരിച്ച് ഒരു കൂട്ടർ പറയും മുസ്ലിമിന്റെ ആളാണ് സതീശൻ, ജാമായത്തേടെ ആളാണെന്ന് പറയും. ഒരു കൂട്ടർ പറയും പള്ളിയിലെ ബിഷപ്പുമാരുടെ ആളാണ്, തിരുമേനിമാരുടെ ആളാണ്. മറ്റൊരു കൂട്ടർ ഇപ്പോൾ പറയുന്നത് അമൃതാനന്ദമയുടെ ആളാണ് എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ബ്രാൻഡിങ് കൊണ്ട് ഇവരെന്താണോ ഉദ്ദേശിക്കുന്നത് അതിന്റെ വിപരീത ഫലമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സതീശൻ മൈലേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അമൃതാനന്ദമയി അമ്മയെ കാണാൻ പോയി കഴിഞ്ഞാൽ, നെറ്റിയിൽ കുറി തൊട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ സംഘപരിവാറും RSSും BJP ആക്കുന്ന ഈ പ്രവണതയുണ്ടല്ലോ, ഇത് വളരെ തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. തനിയെ നിൽക്കുന്ന എന്റെ കണക്കൂട്ടില്ല. അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇപ്പൊ BJP സതീശൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് VD സതീശൻ കുറെ കാലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ സാമുദായിക നേതാക്കളെ കണ്ടോളൂ, ഇരുന്നോളൂ, ഇരിക്കുന്നതിനും കുഴപ്പമില്ല, കാണുന്നതിനും കുഴപ്പമില്ല, പക്ഷേ കിടന്നു കൊടുക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതാണ് എക്സാക്ട് കോട്ടിങ്. ഇരുന്നോളൂ, കണ്ടോളൂ, നിന്നോളൂ, കിടക്കരുത് എന്നാണ് സതീശൻ പറഞ്ഞിരിക്കുന്നത്. അതായത് അതുകൊണ്ടാണ് അദ്ദേഹം അധികം തിണ്ണ നിരങ്ങാത്ത നേതാവാണെന്ന് പറയുന്ന ഒരു ഇമേജ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇപ്പം അദ്ദേഹം തിണ്ണ നിരങ്ങുകയാണോ? ഇപ്പം അമൃതാനന്ദമയി അമ്മയെ കാണാൻ പോയത് തിണ്ണ നിരങ്ങലുടെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് ചിത്രീകരിക്കുന്നവരുണ്ട്, വക്രീകരിച്ചിട്ട് അതിന് ചിത്രീകരിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ആണെങ്കിൽ, ഇപ്പം അമൃതാനന്ദമയി അമ്മയെ കാണാൻ പോയത് തിണ്ണ നിരങ്ങലാണെങ്കിൽ ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പാണക്കാട്ടെയും സഭകളുടെയും തിണ്ണ മാത്രമേ നിരങ്ങാൻ പാടുള്ളൂ എന്ന് വല്ല നിർബന്ധം ആർക്കെങ്കിലും ഉണ്ടോ? അമൃതാനന്ദമയി അമ്മയുടെയും മറ്റു ആളുകളുടെയും തിണ്ണയും കൂടി നിരങ്ങിക്കൂടെ? അല്ല, പണക്കാട്ടെന്നും
സഭകളിൽ നിന്നും സതീശന് കിട്ടുന്ന സ്വീകരണത്തെ ചെറുതാക്കി കാണിക്കാൻ, അതിനെ ഇല്ലാതാക്കണമെന്നൊരു വിഭാഗം ആഗ്രഹിക്കുകയും അതിനെ പറ്റിയ മാർഗം അമൃതാനന്ദമേതാണ് സതീശൻ എന്ന് പറയുകയും ചെയ്താലോ? കാരണം ഇതിൻ്റെ അകത്ത് യാതൊരു മനസാക്ഷിയില്ല. ഒന്നുകൂടെ ഞാൻ അങ്ങോട്ട് പറയാം, അത് നമ്മൾ തുറന്നങ്ങ് പറയുക, യാതൊരു കാരണവശാലും ഈ സമുദായ നേതാക്കളെ കാണാൻ ചെല്ലുന്നവർ അവർക്ക് വ്യാപാര കൊമേഴ്ഷ്യലായിട്ടുള്ള ഒരു ബന്ധമല്ലാതെ സ്നേഹമല്ലാതെ ഇല്ല. അല്ലെങ്കിൽ എല്ലാവരും കാണാൻ പോകുന്നത് എങ്ങനെയാണ്? ബിഷപ്പിനെ കാണാൻ പോകും, അമൃതാനന്ദമയെ കാണാൻ പോകും, എല്ലാവരും മാറി എല്ലാം കാണാൻ പോവുക. എല്ലാ നേതാക്കന്മാരും പോകുന്നുണ്ട്, എല്ലാ നേതാക്കന്മാരും ഇവരുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്, ബൈബിൾ കൊണ്ട് കൊടുക്കും ഇല്ലേ, നയനാർ കൊണ്ട് കൊടുത്തില്ലേ? അപ്പോൾ ഇതിൻ്റെ ഇവർക്ക് ഒന്നിനോട് ആത്മാർത്ഥമില്ല. ബൈബിളും കൊടുക്കും, ഗീതയും കൊടുക്കും, എല്ലാം കൊടുക്കും. എന്നിട്ട് മതകാരത്താന്ന് ഇവർ പറയും. ഇത് ഈ തട്ടിപ്പ് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ബിഷപ്പിനോടാണ് സ്നേഹമെങ്കിൽ അത് പറയണം. എൻ്റെ ബിഷപ്പാണ്, ഞാൻ ആ ബിഷപ്പിൻ്റെ പുറകെ പോവും, ആ ബിഷപ്പിനെ കാണാൻ പോവും, അതിനാരും വെള്ളം വെക്കേണ്ടെന്ന് പറയാനുള്ള തൻ്റെ ഇടം വേണം. അങ്ങനെയല്ല. ഇത് സൗഹൃദത്തിൻ്റെ വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളെ കാണുക എന്നുള്ള അർത്ഥത്തിൽ മാത്രം പോകുമ്പോൾ അത് വർഗീയമായി ബ്രാൻഡ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. സാധാരണമായി ഇവിടെ ആയിരക്കണക്കിന് ജനങ്ങൾ ആരാധിക്കുന്ന, അല്ലെ ആരാധന എന്നുള്ള വാക്ക് വേണ്ട, ബഹുമാനിക്കുന്ന ഒരു സ്ത്രീയാണവർ. സ്ത്രീയാണ്, അതാണ് സ്ത്രീ, അമ്മ, അതാണ് ഏറ്റവും വാല്യൂ പ്രധാനപ്പെട്ടിട്ടുള്ള സംഗതികൾ, വാക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന് ഞങ്ങൾ കൊടുക്കുന്ന വിലയാണ്, ഞങ്ങൾ നൽകുന്ന ആദരമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് എന്ന് പറയാൻ തൻ്റെ ഇടം കാണിച്ച ഒരു നേതാവാണ് VD സതീശൻ എന്ന് പറയുന്നത്. പ്രിയദർശിനി പദ്ധതി എല്ലാ സ്ത്രീകൾക്കും സൗജന്യമായിട്ട്, അവിടെ സ്ത്രീയാണ് മുൻതൂക്കം, സ്ത്രീ, അമ്മ, സ്ത്രീ, എന്താണ് സൗജന്യ യാത്ര കൊടുത്തൊരു സർക്കാരാണ്. അല്ലെ സതീശൻ അങ്ങനെയാണ് ചെയ്യുന്നത്, മുസ്ലിം സ്ത്രീകൾക്ക് മാത്രം സൗജന്യ യാത്ര, അല്ലെ ക്രിസ്ത്യൻ അതാണ് പറഞ്ഞത്. സ്ത്രീകൾക്ക് വലിയ, അവര് ഒരു അപകടത്തിലും പെടുന്നില്ല എന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്ന, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും വീഴ്ച 6 മണി കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടി പ്രത്യേക ബസ്, അതിൽ ഏതെങ്കിലും വീഴ്ച സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തെ വിമർശിക്കുകയും ചെയ്യും. ജനങ്ങളെ എന്നെ വിമർശിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്വാതന്ത്ര്യം കൂടി നൽകിയിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ വിമർശിക്കണം, വിമർശിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശരിയാകാനുള്ള കുറേയധികം കാര്യങ്ങൾ ശരിയാകൂ എന്നൊരു മുഖ്യമന്ത്രി വന്നിട്ട് ഒരു പത്രസമ്മേളനത്തിൽ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമാണത്. അപ്പൊ ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള ക്വാളിറ്റികളുള്ള ഒരു മുഖ്യമന്ത്രിയാണ് നിലവിൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. പല ആളുകൾക്കും അത് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അനാവശ്യപരമായ രീതിയിൽ, ശരിയാണ്, അദ്ദേഹം പോലും പറയുന്നുണ്ട് ആവശ്യപരമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകണമെന്ന്. അനാവശ്യപരമായിട്ടുള്ള വിമർശനമാണ് VD സതീശന്റെ മുകളിൽ നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. 3 മണിക്ക് ഉച്ചഭക്ഷണം കഴിക്കാൻ പോയി, ഇത്രയും വൃത്തികെട്ടൊരു പ്രചരണം ആരെങ്കിലും നടത്തുമെന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് തന്നെയാണ്, വീണ്ടും അത് ആ ഫേസ്ബുക്കിൽ അയാൾ എഴുതിയതിന്റെ അതിന്റെ അടിസ്ഥാനത്തിലെ ഈ വികാരത്തിന്റെ തള്ളിക്കയറ്റം മൂലം, അമിതപ്രസരം മൂലം വിവേകം നഷ്ടപ്പെട്ട് ഭ്രാന്തമായിട്ട് ഇങ്ങനെ പലയിടങ്ങളിലും കറങ്ങി നടക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ സൃഷ്ടിക്കുന്നത്. ഞാൻ പറഞ്ഞ വികൃതമായ മനസ്സുണ്ട്, മനസ്സ് ഫോം ചെയ്യുന്നുണ്ട്. വൈകൃതങ്ങൾ കാണാനും ആസ്വദിക്കാനും ചിന്തിക്കാനും തയ്യാറാകുന്ന ഒരു മനസ്സ് കേരളത്തിലുണ്ട്, ലോകം മുഴുവനുണ്ട്. ആ മനസ്സുകൾ സജീവമാകുമ്പോൾ, ആ മനസ്സ് സൊസൈറ്റിയെ സ്വാധീനിക്കാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ സംഘടനയെ സ്വാധീനിക്കാൻ തുടങ്ങുമ്പോൾ ഉറപ്പായിട്ടും ഇങ്ങനെയൊക്കെ വരും. ഇത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും എന്തായാലും വികാരത്തെ അടക്കി വിവേകം ഉണർത്താനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. നമ്മൾ അമ്മയ്ക്കൊപ്പമാണ്, സ്ത്രീക്കൊപ്പമാണ്. സ്ത്രീക്കാണ് പ്രാധാന്യം, അമ്മയ്ക്കാണ് പ്രാധാന്യം. ആ പ്രാധാന്യത്തെയാണ് യഥാർത്ഥത്തിൽ അമൃതപുരി സന്ദർശിച്ചുകൊണ്ട്, അമൃതാനന്ദമയി അമ്മയെ സന്ദർശിച്ചുകൊണ്ട് VD സതീശൻ, നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി, തെളിയിക്കുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പൈസ ഉണ്ടാക്കുന്നവരും അല്ലെ സമ്പത്ത് ഭയങ്കരമായിട്ട് ഉണ്ടാക്കുന്ന ഒത്തിരി ആരാധനാലയങ്ങൾ അമൃതാനന്ദമയുടെ കൂട്ടന്നെ ഉണ്ട്. പക്ഷേ ഒന്നും അത്തരം യാതൊരു ഫിനാൻഷ്യൽ ബാക്കിങ്ങും ഇല്ലാതെ ഇവരവിടെ ഇരുന്നുകൊണ്ട്, വള്ളിക്കാവിലിരുന്നു കൊണ്ട് ഇവരുടെ അടുത്തേക്ക് ആൾക്കാരെത്താൻ പറ്റുന്ന എന്തുകൊണ്ടാണ് ജനം ഇവരെ കാണാൻ പോകുന്നത്? ഒന്നും ഇവർക്ക് കൊടുക്കാനില്ല. ഇപ്പോഴാണ് മെഡിക്കലൊക്കെ ഇപ്പോഴാണ് സ്ഥാപനങ്ങൾ ഉണ്ടായി വരുന്നത്. അതിന് മുമ്പ് ആയിരങ്ങൾ അവരെ കാണാൻ പോയിക്കൊണ്ടിരുന്നത് എന്താ? മഹത്വം എന്ന് പറയുന്നത് അനുഭവിച്ചറിയുമ്പോൾ അല്ലെ ദൂരെ തന്നെ മനസ്സിലാകും. ആ മഹത്വം ഇവർക്കുണ്ട്. എത്രയോ പേര് ഇതേവരെ സ്ത്രീകൾ എത്ര പേര് ഇതായിട്ട് വന്നു ഇല്ലേ? സന്യാസിനിയായിട്ടും കന്യാസ്ത്രീകളായിട്ടും ഒക്കെ വന്നില്ലേ? എന്തുകൊണ്ട് അവർക്കാർക്കും കിട്ടുന്നതിൽ കൂടിയ അംഗീകാരം ആർക്ക് അമൃതാനന്ദമയ്ക്ക് കിട്ടുന്നു? ഇപ്പം ഉദാഹരണം കമ്പയർ ചെയ്താൽ
എത്രയോ വലിയ ആൾക്കാർ, പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന എത്രയോ മഠാധിപതികളുണ്ട്. അവർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതലാണ് അംഗീകാരം അമൃതാനന്ദമയ്ക്ക് കിട്ടുന്നു. ആ അമൃതാനന്ദമയ്യെ കാണാൻ സതീശൻ പോയതുകൊണ്ട് ഇന്ന് ഈ വോട്ടിൽ കണ്ണുവെച്ചിരിക്കുന്ന അമൃതാനന്ദമയ്ക്ക് കുറെ വോട്ട് സ്വാധീനിക്കാൻ പറ്റുമെന്നും തീവ്രസഭയുടെ വോട്ട് സ്വാധീനിക്കാൻ പറ്റൂ എന്ന് തൊഴിലാളികൾ തീരദേശ പാവം പിടിച്ച സമൂഹത്തിൽ ഏറ്റവും പാവം പിന്നോക്കം നിൽക്കുന്നവരാണ്. അവരെ സ്വാധീനിക്കാൻ അമൃതാനന്ദമയ്ക്ക് പറ്റുമെന്നും സതീശനും അവരുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടാൽ ആ വോട്ടുകൾ നഷ്ടപ്പെടുമെന്നും പേടിയുള്ളത് കൊണ്ടാണ് സതീശനെ കൂടുതൽ ആക്രമിക്കുന്നത്. ഇവിടെ ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണിക്കെതിരെയൊക്കെ വലിയ വീരവാദം മുഴക്കുന്ന പല ആളുകളും അമൃതാനന്ദമയി അമ്മ മുമ്പോട്ട് വെക്കുന്ന ഒരു മഹത്വത്തെ കൂടി തിരിച്ചറിയണം. അവര് വരുന്നത് താഴ്ന്ന സമുദായത്തിൽ, ഏറ്റവും താഴ്ന്ന സമുദായത്തിൽ നിന്ന് വരുന്ന ഒരാൾക്ക് പോലും, സമ്പന്നല്ലാത്ത ഒരാൾക്ക് പോലും ദൈവീകതയിലേക്ക് എത്താമെന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ അമൃതാനന്ദമയി അമ്മ മുമ്പോട്ട് വയ്ക്കുന്നത്. ബ്രാഹ്മണന് മാത്രമല്ല ദൈവീകതയിൽ എത്താൻ പറ്റുന്നത്, താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാൾക്ക് പോലും. ഇവ കണ്ടത് രാജീവിരി ഇല്ലെന്നതിനൊക്കെ കൂടുതൽ ആൾ ചിലപ്പം അമൃതാനന്ദമയി എന്നാ വരും. ആ അമ്മ ഇപ്പൊ ശശി തരൂർ പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ കിട്ടി, അതുകൊണ്ട് അതാണ് അതിന്റെ മഹത്വം. അയാൾ അതുകൊണ്ട് RSS ആയല്ലോ. സതീശൻ പോയത് അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ, അങ്ങനെ തന്നെ വിചാരിക്കുക.